നല്ലൊരു യുവജന നിര കോൺഗ്രസിനുണ്ട്, നിയമസഭയിലുണ്ട്. നിയമസഭ കഴിഞ്ഞാൽ പിന്നെ പോരാട്ട വേദി ഇപ്പോൾ ഉള്ളത് ഈ ടെലിവിഷൻ ചർച്ചകളാണല്ലോ. ഇതിൽ രണ്ടിലും തിളങ്ങി നിൽക്കാൻ മാത്രം യുവജനങ്ങൾ ഒരു സംഘം യുവജന നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിനുണ്ട്. അതിലേക്ക് ആ നിരയിലേക്ക് ഒരാളായിട്ട് സന്ദീപ് വാര്യർ വരും. കോൺഗ്രസ് തന്നെയും ഈ പുറത്തു നിന്നെടുക്കുന്ന ആളുകളുടെ കാര്യത്തിൽ അവരുടെ ഒരു നയം മാറ്റത്തിലേക്ക് വരികയാണ് എന്ന് തോന്നുന്നുണ്ട്. ഓർമ്മ ഉണ്ടാവും, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ CPM ഒരു സംഘം ചെറുപ്പക്കാരെ ഇതേപോലെ എടുത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അബ്ദുള്ളക്കുട്ടി വന്നു, അബ്ദുള്ളക്കുട്ടിക്ക് സീറ്റ് കൊടുത്തു. സിന്ധു ജോയി വന്നു മത്സരിച്ചു. അതിനുശേഷം ശിവരാമൻ വന്നു, ഒറ്റപ്പാലം MP ആയിരുന്ന CPMൻ്റെ MP ആയിരുന്ന ശിവരാമൻ വന്നു. പിന്നെ സെൽവരാജ് പിന്നെ ചെറുപ്പക്കാരനല്ലല്ലോ, സെൽവരാജ് മതം കാല് മാറാൻ വേണ്ടി വന്നായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വന്നത് പിന്നെ നമ്മളുടെ മനോജ് കുരിശിങ്കൽ വന്നു. ഇവരുടെയൊക്കെ കാര്യത്തിലുണ്ടായൊരു സംഭവം, ഇപ്പം അബ്ദുള്ളക്കുട്ടി ജയിച്ചു, MLA-യുമായി MP-യുമായി. എന്നാലും പിന്നെ ഈ അബ്ദുള്ളക്കുട്ടി, ഈ ശിവരാമൻ, സിന്ധു ജോയ്, ഇവരുടെ ഒക്കെ കാര്യത്തിലുണ്ടായ സംഭവം ഇവരെ പാർലമെൻ്ററി രംഗങ്ങളിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. മത്സരിച്ചു, ജയിച്ചാലും തോറ്റാലും അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പം അവർ തിരിച്ചുപോയി. അവർ കോൺഗ്രസ് അവർ കാര്യമായിട്ട് ഉപയോഗിച്ചില്ല. അവരാണെങ്കിലും ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ സിന്ധു ജോയിയൊക്കെ ദയനീയമായിരുന്നു ആ രംഗം. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നിർണായകമായ ഘട്ടത്തിലായിരുന്നു. ഹൈബി ഈഡനും ഷാഫി പറമ്പിലും എല്ലാം കൂടെ സിന്ധു ജോയിയെ കൊണ്ടുപോയിട്ട് എറണാകുളത്ത് ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് ഉമ്മൻചാണ്ടിനെ അന്നയുടെ മുമ്പിൽ ഹാജരാക്കുകയും എന്നിട്ട് അവർക്ക് കോൺഗ്രസിലെടുത്തു എന്നും അവർക്കൊരു സ്ഥാനം കൊടുത്തു എന്നുള്ള അവർക്കൊരു യുവജനക്ഷേമ സമിതി ചെയർമാൻ സ്ഥാനം കൊടുത്തതിൻ്റെ ഓർഡറൊക്കെ അവർക്ക് കൈയോടെ കൊടുത്തിട്ട് അതുമായിട്ട് അവർ തിരിച്ചു വരുന്നു. പിന്നെ അവരെ കോൺഗ്രസ്സിൽ എവിടെയും കണ്ടില്ല. അങ്ങനെ തീർന്നു. അങ്ങനെ വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു എതിർ പാർട്ടികളിൽ നിന്ന് വരുന്ന ചെറുപ്പക്കാരെ ഒരു തെരഞ്ഞെടുപ്പിനോ അല്ലെങ്കിൽ 1-2 തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചിട്ട് പിന്നെ അവരെ വിധി പോലെ അവരെങ്ങോട്ടെങ്കിലും എങ്ങോട്ടോ പോട്ടെ എന്നുള്ളൊരു അവസ്ഥയായിരുന്നു നേരത്തെ കോൺഗ്രസിനുണ്ടായിരുന്നെങ്കിൽ. അത് മാറുകയാണ് എന്ന സൂചനയാണ് ഈ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് മാറുകയാണ് എന്ന് മാത്രമല്ല, കോൺഗ്രസ് അതിൻ്റെ ഭാവിയെക്കുറിച്ച് കൃത്യമായി ചിന്തിക്കുന്നുണ്ട്. കോൺഗ്രസ്സിന് ഇപ്പം പണ്ട് ഓർക്കുന്നുണ്ടാവും, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് KSU പാസ്സാക്കിയ ഒരു പ്രമേയമുണ്ട്. വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടത് കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഇനിയും നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോവാണ്, ഇത് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞാൽ 92-93 വയസ്സുള്ള ആൾക്കാരെ മാത്രം പരിഗണിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഈ സംഗതി മാറിയിട്ടുണ്ട്. ഇപ്പം നിയമസഭയിൽ തന്നെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ഇപ്പം ഷാഫി, ഈ VT ബൽറാം, റോജി, ഇങ്ങനെ അങ്ങോട്ട് നിർത്തിയാൽ ഈ സിദ്ദീഖ്, ഇങ്ങനെ നല്ലൊരു യുവജന നിര കോൺഗ്രസിനുണ്ട്, നിയമസഭയിലുണ്ട്. നിയമസഭയ്ക്ക് പുറത്തിപ്പം ബൽറാം തോറ്റു, എന്നാലും ഇവർ നിയമസഭയ്ക്ക് പുറത്ത് ഇവളുടെ ഈ ടെലിവിഷൻ നിയമസഭ കഴിഞ്ഞാൽ ടെലിവിഷൻ കഴിഞ്ഞാൽ നിയമസഭ കഴിഞ്ഞാൽ പിന്നെ ഒരു പോരാട്ട വേദി ഇപ്പോൾ ഉള്ളത് ഈ ടെലിവിഷൻ ചർച്ചകളാണല്ലോ. ഇതിൽ രണ്ടിലും തിളങ്ങി നിൽക്കാൻ മാത്രം യുവജനങ്ങൾ ഒരു സംഘം യുവജന നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിനുണ്ട്. ആ നിരയിലേക്ക് ഒരാളായിട്ട് സന്ദീപ് വാര്യർ വരും. സന്ദീപ് വാര്യർ വരുന്നത് കൊണ്ടുള്ള ഉദ്ദേശം ഇതുപോലെ തന്നെ, ഒന്ന് വരൂ കടന്നു വരുന്നുള്ള ഒരു സന്ദേശമാണ് കോൺഗ്രസ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഒന്നത്. രണ്ട്, കോൺഗ്രസ് ഈ തരത്തിൽ യുവജന നേതാക്കളെ അണിനിരത്തി തന്നെ ആ പാർട്ടിയെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിന്റെ സൂചനയും. അതിൽ കോൺഗ്രസ് ഈ വരൂ എന്ന് പറയുമ്പോൾ പാലക്കാടുള്ള ചില നേതാക്കളൊക്കെ ആകർഷകരാകാൻ സാധ്യതയുണ്ടോ? പാലക്കാടുള്ള ആൾക്കാർ ചിലപ്പം സാധ്യത ഇല്ല എന്ന് പറഞ്ഞുകൂടെ. അവർ ഏതാണ്ട് ഇന്നലെ മിനിയാന്നത്തോട് കൂടിയിട്ട് ഈ പരസ്പരമുള്ള ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവരും ഇപ്പം കാര്യമായിട്ട് സരീനെ വിമർശിക്കുന്നില്ല. ആ മെമ്പർഷിപ്പ് സത്യപ്രതിജ്ഞേൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ ഈ പുതിയ MLA നമ്മളെ രാഹുൽ മാങ്കുട്ട് MLA മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നിൽക്കുന്ന ആ ഭാവം ഇതൊക്കെ കണ്ടില്ലേ, ശരീരഭാഷയും ഭാവമൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഒരു പരസ്പരം അത്ര വലിയൊരു വാശിയും വൈരാഗ്യം ഒന്നും ഇപ്പോൾ ഇല്ല എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വരൂ ഇതിലെ വരും എന്നുള്ളതിന് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. AK ഷാനിബ് DYFI ചേർന്നു. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്ന, സത്യത്തിൽ ഇത് IPL പോലൊരു ലേലം വെക്കേണ്ട സമയമാണ്.